Where's the fee counter? That way. Thanks. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നമ്മുടെ ഇംഗ്ലീഷ് സാർ വളരെ ഹാൻസം ആണല്ലേ? നീ അങ്ങനൊന്നും പറയണ്ട. അതെന്താ? ഞാൻ അയാളെ ലവ് ചെയ്യുന്നു. മോളെ ഐശ്വര്യറായി പഠിത്തത്തെ ലവ് ചെയ്താൽ മതി, പഠിപ്പിക്കാൻ പറ്റുന്നവരെ കേറി ലൈൻ അടിക്കണ്ട. വാടി, ഇങ്ങനെ ആരും മൈൻഡ് ചെയ്യാത്തന്റെ ജലസിയാ. വെട്ടുതല്ലോ ഡ്രാമ. ഇതെന്ത് ഡ്രാമ? മുംബൈന്ന് മാറി മാമ. ആരാടാ മാമ? ഐഡിയറ്റ്. സാറായിരുന്നു. ഞാൻ കരുതി ഏതോ സ്റ്റുഡന്റ് ആയിരിക്കും. നിനക്ക് അങ്ങനെ തോന്നിയോ? എന്റെ ഒരു ഗ്ലാമറേ, എന്താ ഇത്രയും ബുക്സും കൊണ്ട് നീ പഠിച്ച് നന്നാവാൻ പോവുക? അല്ല, വിൽക്കാനാ സാർ. വിൽക്കാനോ? പൈസക്ക് കുറച്ച് ടൈറ്റാ സാർ. ഇത് ലൈബ്രറിനോട് പറഞ്ഞേക്കല്ലേ. ആരറിയാനാ? എനിക്കും ഇതല്ലായിരുന്ന പണി. നീ കൊണ്ടുപോവാ സാർ. എന്താ? എനിക്കൊരു സംശയം. ചോദിച്ചോ. മാനാണോ സൂപ്പർമാനാണോ നല്ലത്? സൂപ്പർമാൻ. കറക്റ്റ് സാർ. മാൻ ആണെങ്കിൽ ജെട്ടിക്ക് പുറത്ത് പാൻറ്റിടും, സൂപ്പർമാൻ ആണെങ്കിൽ പാൻറ്റിന്റെ പുറത്ത് ജെട്ടിയിടും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാ? മാനോ സൂപ്പർമാനോ? സംശയമുണ്ടോ സാർ? ജെന്റിൽമാൻ. അതെന്താ? ജെട്ടി ഇടാതെ പാൻറ്റിടുന്ന. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് ജെന്റിൽമാൻ. സാർ, ഹായ് ഷാലു. Oh shit! ആരെ കണ്ടില്ല? ഇയാൾക്ക് കണ്ണ് കണ്ടൂടെ? റോഡിൽ വെച്ചാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. പാർക്കിംഗ് പ്ലേസിൽ കാർ വാങ്ങിട്ട് 1 വീക്ക് ആയിട്ടില്ല. അവിടുന്ന് ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ, അതോടെ കേട്ടില്ലേ താൻ? സോറി. എന്ത് സോറി? ലൈറ്റ് പൊട്ടിച്ചതും പോരാ. എന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ നിങ്ങളുടെ ഹൃദയം പൊട്ടി തകർന്നു പോകും. എന്താ ഇത്ര വലിയ പ്രോബ്ലം? എന്റെ അനിയത്തിക്ക് സുഖമല്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. ഒരു ടെസ്റ്റ് നടത്തി ബില്ല് തന്നു. ആ ബില്ല് കണ്ട് എന്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്നു. ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡിഗ്രി പാസ്സാവാത്ത ഞാൻ ബൈപ്പാസ് എങ്ങനെ ചെയ്യാനാ? അതുകൊണ്ട് ഏതെങ്കിലും ഫ്രണ്ട്സിനെ കണ്ട് ചോദിക്കാന്ന് കരുതിയാ ഇതുവഴി വന്നത്. ആ പോയ കുട്ടിയെ പരിചയമുള്ളതുകൊണ്ട് അങ്ങോട്ട് നോക്കി. അതിനിടയ്ക്ക് വണ്ടിയുടെ ലൈറ്റ് തീർന്നു. ഞാനും തീർന്നു പോയി. അയ്യോ, എന്തിനാ ഇത്രയ്ക്ക് ഫീൽ ചെയ്യുന്നത്? ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെ ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ഐ എം സോറി. ഒരു സിഗ്നൽ ലൈറ്റ് അല്ലേ, അതങ്ങ് മാറ്റി വെച്ച പ്രശ്നം തീരുമല്ലോ. എന്നിട്ടാണോ നീ ചീത്ത പറഞ്ഞത്? ഞാൻ ചീത്ത പറഞ്ഞതിനാണോ കരഞ്ഞത്? പിന്നെ നീ എന്തിനാന്ന് വിചാരിച്ചു? അപ്പൊ ഡാഡിയുടെ ഹാർട്ട് അറ്റാക്ക്? ഹാർട്ട് ഉള്ളവർക്കല്ലേ ഹാർട്ട് അറ്റാക്ക്. നമ്മുടെ അച്ഛൻ അതില്ല. അല്ല, നീ എന്താ ചോദിച്ചേ? കാറ് കാണാൻ പാടില്ലെന്നോ? ഈ ബൈക്ക് ഓടിക്കുന്ന അത്ര ഈസി ആണെന്ന് നീ വിചാരിച്ചോ? ക്ലച്ച് നോക്കണം, ഗിയർ ഇടണം, ആക്സിലേറ്റർ റേസ് ചെയ്യണം, ഹാൻഡിൽ കൺട്രോൾ ചെയ്യണം, ഈ പോകുന്ന പെമ്പിളരെ നോക്കുകയും വേണം. അതിനിടയ്ക്ക് ചിലപ്പോൾ ബ്രേക്ക് പിടിക്കാൻ മറന്നു പോയിരിക്കും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ന്യൂ അഡ്മിഷനാ? പേരെന്താ? അഞ്ജലി. ഗീതാഞ്ജലിയോ കലാഞ്ജലിയോ? ഓൺലി അഞ്ജലി. ഞാൻ ആരാണെന്നറിയോ? ഞാൻ ജോയിൻ ചെയ്തിട്ട് 10 മിനിറ്റ് ആയുള്ളൂ. നീ ജോയിൻ ചെയ്ത് 10 മിനിറ്റിനകം നിന്റെ പേര് അഞ്ജലിയാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ 2 വർഷമായി കോളേജിൽ കിടന്ന് വിലസുന്നു, എന്നിട്ട് എന്റെ പേര് ഋഷിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. വെരി ബാഡ്. നടക്ക. എങ്ങോട്ടേക്കാ? ഇത്ര വലിയൊരു ഷോക്ക് കിട്ടിയിട്ട് കോഫി കുടിച്ചില്ലെങ്കിൽ മനുഷ്യൻ ചത്തുവാൻ അത് മതി. മനസ്സിലായോ? വാ. സാർ, ഓർഡർ സാർ. ഇഡ്ഡലി കഴിക്കുന്നോ? ഒരു പ്ലേറ്റ് ഇഡ്ഡലി. ദോശ വേണോ? ദോശയും കൂടെ ഒരു പ്ലേറ്റ് വേണം. പിന്നെ ഉപ്മ? ഒന്നും വേണ്ട. ഉപ്മ കൂടെ ഒരു പ്ലേറ്റ് എടുത്തോ. കോഫി? ഓക്കേ. അല്ലേ, കോഫി കൊടുക്കണ്ട, ഒരു ഐസ്ക്രീം കൊടുക്കണം. ഭക്ഷണം കഴിച്ചാണോ? കഴിച്ചിട്ടാ വന്നത്. അത് ശരി, അതുകൊണ്ടാ നീ ഒന്നും കഴിക്കാത്തത്. ഞാൻ കഴിച്ച 2 മണിക്കൂർ മുമ്പാണ്. അതിങ്ങെടുക്ക. അതുകൂടെ. ബിൽ സാർ. എന്താ ഇത്? ബില്ല് കൊടുക്ക. ബില്ലോ? എന്താ, പൈസ ഇല്ലേ? നീ കാർ ഡ്രൈവറുടെ മോളാണോ ഓണറുടെ മോളാണോ? ആ കാർ എന്റേത് തന്നെയാ. അങ്ങനെയാണെങ്കിൽ പേഴ്സിൽ പൈസ കാണും, എടുക്ക്. ടിപ്പിനോക്കെ. ബില്ലിനിപ്പോ എന്ത് ചെയ്യും? എന്റെ അടുത്ത് വേറെ കാശില്ല. കാശില്ലാതാണോ കോളേജിലേക്ക് കെട്ടിയെടുത്തേ? എനിക്ക് എന്ത് വേണമെങ്കിലും എന്റെ ഡാഡിയെ മേടിച്ചു തരാറ്. അപ്പൊ ബില്ല് കൊടുക്കാൻ അങ്ങനെ വരുമോ? സിനിമയെ കണ്ട് ചിരിച്ചിട്ടുള്ളല്ലാതെ സത്യത്തിൽ ബില്ല് കൊടുത്തില്ലെങ്കിൽ പ്ലേറ്റ് കഴിയേണ്ടി വരും എന്ന് അറിഞ്ഞിരുന്ന. അയ്യോ,
തകർത്തല്ലോടാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഒന്നിച്ചിത്രയും പ്ലേറ്റ് എടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? താങ്ക്സ് ബ്രദർ. കഴിയുന്നതിന് എണ്ണാത്രയും കുറഞ്ഞല്ലോ. ഇതൊന്നും ആവശ്യമില്ലാതെ. ഹായ് ഋഷി. പ്രിയ ഏയ് നിന്നെ. നോ മാം. എന്ത് പറ്റി ഋഷി? ഛെ. ഋഷി എന്താ? നീ ഒറിജിനൽ ആണോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ? നിന്നെ 2 ദിവസം കാണാതിരുന്നപ്പോഴും നീ അടുത്തുള്ള പോലെയും സംസാരിക്കുന്ന പോലെയും ഒക്കെ എനിക്ക് തോന്നി. ഇതും അങ്ങനെയാണെന്ന് വിചാരിച്ചു. എന്നോട് അത്രത്തോളം ഇഷ്ടാണോ? ഫൈറ്റ് ചെയ്യുന്നവൻ ഫൈറ്റർ ആണെങ്കിൽ, വെയിറ്റ് ചെയ്യുന്നവൻ വെയിറ്റർ ആണെങ്കിൽ ഞാൻ ഒരു ബെസ്റ്റ് വെയിറ്ററാ, യുനോ. ഹൗ സ്വീറ്റ്. അതുകൊണ്ട് കോഫി കുടിക്കാൻ പോവാം. വാ. ഓക്കേ. സോറി കേട്ടോ, അതാര്? ഇന്നലെ നടന്നതൊക്കെ ഐ എം റിയലി സോറി. ദാറ്റ്സ് ഓക്കേ. എന്തുണ്ടായി? ഇന്നലെ ഒരു കോഫി കുടിക്കാൻ എന്നെയും കൂട്ടിക്കൊണ്ട് റെസ്റ്റോറന്റിലേക്ക് ചെന്നതാ. അഞ്ജലി, കോഫിയുടെ കൂടെ ലൈറ്റ് ആയിട്ട് ടിഫിൻ കഴിച്ചപ്പോ ബില്ല് 200 ആയി. റിയലി? അഞ്ജലി. അപ്പോഴെന്റെ കയ്യിലും കാശില്ലായിരുന്നു. അതിനെന്താ? അപ്പൊ ഋഷി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ താങ്ക്സ് അല്ലേ പറയണ്ടേ? സോറി എന്തിനാ പറയുന്നേ? അതെ, സോറി എന്തിനു പറയണം? അതറിഞ്ഞിട്ട് അത്യാവശ്യം. അഞ്ജലി പ്ലീസ് ഒന്ന് പോയി തരുമോ? ബില്ല് കൊടുക്കാത്തതിന് പാകത്ത് പ്ലേറ്റ് കഴിച്ചു. നശിപ്പിക്കും. നീ പ്ലേറ്റ് കഴിയുന്നു. പ്ലേറ്റ് കഴിയൊന്നുമില്ല, തുടച്ചേ ഉള്ളൂ. ഐ എം വെരി സോറി. സോറി. പ്രിയ, ഇന്ന് എന്റെ പേഴ്സ് ഉണ്ട്. നമുക്കൊരു കോഫി, സ്വീറ്റ്. ഞാൻ കുറച്ച് ബിസിയാണ് ഋഷി. സം അതർ ടൈം. ഓക്കെ. ഹായ് സുസ്മിത സെൻ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഭയം തോന്നുന്നു സർ. ഭയമോ? ഞാൻ സർവീസിലുള്ളപ്പോ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ സില്ലിയല്ലേ. സി, ഇതിപ്പോ തെറ്റായിട്ട് ഒഴിച്ചാൽ പുക വരും, ശ്വസിച്ചാൽ ചുമ വരും. പേടിക്കേണ്ട, ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്യൂ. മോളെ, മോളെ സുസ്മിത സെൻ, മോളെ. ഓ, സ്മോക്കിംഗ് ഈസ് റിയലി ഇൻജൂറിയസ് ടു ഹെൽത്ത്. കരയാതെ മോനെ, കരയാതെ. നമുക്കെല്ലാം ശരിയാക്കാമേ. കരയാതെ. എന്റെ അഭിമാനം എല്ലാം നീ കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ ഞാനും ഇപ്പൊ കരയും. നോക്ക്, നീ ഒരുത്തി കാരണം ഇവനിങ്ങനെ കിടന്ന് കരയുന്നത്. 2 കൊല്ലമായി ഇവ പ്രിയയുടെ സൂര്യടാ 3 കൊല്ലമായിട്ട് പുറകെ നടക്കുന്നു. കേവലം 200 രൂപയ്ക്ക് നീ ഇവന്റെ മാനം കളഞ്ഞില്ലേ? എന്ത് പാവം അവൻ ചെയ്തത്? എന്റെ ജീവിതം എന്തായാലും നായനക്കി. ഇവിടെ എന്ത് ചെയ്യാനാ? വിട്ടാരെ സൂയിസൈഡാ? ആ ത്യാഗം കണ്ടോ? ആ ത്യാഗം നിനക്കുണ്ടോ? ചേച്ചേ, ആളുകളെ കൊണ്ട് ബില്ല് കൊടുപ്പിക്കുന്ന പെണ്ണിനെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ശരി, ഇനി പ്ലേറ്റ് കഴിയുന്ന തന്നെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നീ അതൊക്കെ പത്രത്തിൽ കൊടുത്താ? ഇവിടെ അങ്ങനെ ചെയ്തോളഞ്ഞോടാ. എക്സാമ്പിൾ പറഞ്ഞതാ. നീ കരച്ചിൽ കണ്ടിന്യൂ ചെയ്തോ. ഇവനൊരു സെൻസ്ലെസ് ഫെലോ ആയതുകൊണ്ട് കരച്ചിൽ ഒതുക്കി. അതേസമയം എന്നെ പോലെ ഒരു സെൻസിറ്റീവ് ഫെലോ ആയിരുന്നല്ലോ ഇപ്പോഴേക്കും സൂയിസൈഡ് ചെയ്തന്നെ. അറിയാമോ? സോറിടാ, സ്വല്പം ഓവറായി. മോളെ, നീ ഈ കോളേജിൽ പുതിയതാ. ഇവിടുത്തെ നിയമങ്ങൾ നിനക്കറിയില്ല. പെമ്പിള്ളേരൊക്കെ ഏർലി ആയിട്ട് വരണം, ലേറ്റായി പോണം. ഹാൻഡ് ബാഗ് കൊണ്ടുവരണം. അതിൽ 1000 ഉണ്ടാകുകയും വേണം. മറ്റ് പെൺകിടാങ്ങളോട് ഫ്രണ്ട്ഷിപ്പും ആൺകിടാങ്ങളോട് റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യണം. അവർ കോഫി കുടിച്ചാൽ ആ കോഫിയുടെ ബില്ല് നിങ്ങൾ തന്നെ കൊടുക്കണം. ജോയിൻ ചെയ്തതിന്റെ 6ാം മാസം ഏതെങ്കിലും ഒരുത്തിനെ പ്രേമിക്കണം, അല്ലെങ്കിൽ പ്രേമിക്കുന്നതിനെ ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനെ